നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവമ്മയുടെ രൂപം ഇപ്പൊ എല്ലാരും കാണുമല്ലോ. പാർവതി, നോക്കേ, അമ്മയുടെ നിഴൽ രൂപം. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മയെ ഞാൻ കാണുന്നുണ്ട്. പാർവതി, നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അമ്മ എവിടെ? അമ്മേ, ഗായത്രി അമ്മയുടെ നിഴല് അമ്മ കാണുന്നില്ലേ? റിയ, നിനക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത്? നോക്ക, ഇത് എന്റെ അമ്മയുടെ നിഴല. പാർവതി, അമ്മ എവിടെ? അമ്മേ, പാർവതി, എന്റെ സാന്നിധ്യവും നിഴൽ രൂപവും ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. നീ കണ്ട സ്വപ്നത്തിന് അർത്ഥമുണ്ടായിരുന്നുവെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു. എന്നെ ബന്ധിക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആപത്താണ്. ഞാൻ പോവാ. നീ ജാഗ്രതയോടെ ഇരിക്കണം. അമ്മേ, അമ്മേ, അയ്യോ, അമ്മയുടെ നിഴല് മാഞ്ഞല്ലോ. പാർവതി, അമ്മ എവിടെ? അമ്മ പോയോ? ബ്രോ, പാർവതിയോട് ചോദിക്കണ്ട, ഞാൻ പറയാം. നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഇപ്പൊ ഇവിടെ ഇല്ല. അത് പോയി കഴിഞ്ഞു. നിങ്ങൾ ചുമരിൽ കണ്ട അമ്മയുടെ രൂപമുണ്ടല്ലോ, അത് വെറുതെ അങ്ങ് ചുമരിൽ തെളിഞ്ഞു വന്നൊന്നും അല്ല. ഞാൻ തെളിയിച്ചതാ. നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി തന്നെയാ ഞാൻ ആ നിഴൽ രൂപം കാണിച്ചു തന്നതും. എനിക്ക് നിങ്ങളുടെ അമ്മയുടെ നിഴലെങ്കിലും കാണിച്ചു തരാൻ പറ്റി. പാർവതിക്ക് അത് സാധിച്ചില്ലല്ലോ. എനിക്കങ്ങനെ പലതും സാധിക്കും. അതൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഡി, നീ ആരാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈ മാന്ത്രിക വിദ്യകളൊക്കെ നിനക്കെങ്ങനെ അറിയാം? പറയടി, എന്താ നിന്റെ ഉദ്ദേശം? എന്താടി നീ കാണിച്ചത്? ഇവിടെ ഗായത്രി ചേച്ചിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിലേ അത് ഞങ്ങളുടെയൊക്കെ വിശ്വാസമാണ്. അല്ല, അത് തെളിയിക്കാനാ ഞാൻ ശ്രമിച്ചത്. എടീ, നിന്നോട് ആരെങ്കിലും പറഞ്ഞോ അത് തെളിയിക്കാൻ?
തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല. അമ്മേ, ദയവേത് അമ്മേനോട് ക്ഷമിക്കണം. എനിക്കറിയാവുന്നൊരു വിദ്യ ഞാനിവിടെ പരീക്ഷിച്ചെന്നേ ഉള്ളൂ. അതിങ്ങനൊരു പ്രശ്നമാവുന്ന ഞാൻ കരുതിയില്ല. ഇനി മേലാൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല. ഉറപ്പ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ആ മക്കളെ, നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെ പ്രാർത്ഥന നടക്കട്ടെ. വിനയ്, നിന്റെ പ്രാർത്ഥന ഫലിച്ചു. പാർവതി, അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. അമ്മ, ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിൽ നിന്നെല്ലാം അമ്മയും ഈ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്കറിയില്ല. റിയയ്ക്കുള്ള സത്യം ആദ്യമേ പറയാമായിരുന്നു. എങ്കിൽ എനിക്ക് അവളോട് ഇങ്ങനെ ചൂടാകേണ്ടി വരില്ലായിരുന്നു. അവള് ചെയ്തത് എന്തായാലും ശരിയല്ല. ദേവമ്മയുടെ ആത്മാവിനെ വെച്ചിട്ടാണോ അവള് പരീക്ഷണം നടത്തുന്നത്? എന്തു തന്നെയായാലും അവൾ ഇവിടെ കാണിച്ച പ്രവൃത്തിയോട് എനിക്ക് യോജിക്കാനാവുന്നില്ല. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും അമ്മയുടെ ആത്മാവ് ഇവിടെ ഉണ്ട്. എനിക്കത് പൂർണ്ണ ബോധ്യമായി. ഇനി എനിക്ക് അമ്മയെ നേരിട്ട് കാണണം. അതിനുള്ള അവസരം വരുമായിരിക്കുമല്ലേ പാർവതി? തീർച്ചയായിട്ടും വരും സർ. പക്ഷേ റിയയുടെ വിദ്യയും പരീക്ഷണവും ഇനി ഇവിടെ നടക്കാൻ പാടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. ശരിക്കും അവൾ കാണിച്ച തോന്നിയാസത്തിന് അവളുടെ ചെകിടടിച്ച് പൊളിക്കുകയായിരുന്നു വേണ്ടത്. അതിനു മുമ്പ് പ്രഭാവതി അമ്മ കയറി ഇടപെട്ടതുകൊണ്ട് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു. ശരി, നീ അത് വിട്ടേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. റിയയെ സൂക്ഷിക്കണം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. അമ്മ, ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിൽ നിന്നും അമ്മയും ഈ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്കറിയില്ല. ഉദയന്നൂരമ്മേ, തുണയ്ക്കണേ. റിയ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.